മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഔദക്കുട്ടിച്ചായൻ അലീനയുടെ അടുത്തോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ്റെ കയ്യിൽ ഒരു ബോക്സും ഉണ്ടായിരിക്കും. അങ്ങനെ അലീനയുടെ അടുത്ത് ചെന്ന് അലീന മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഔദക്കുട്ടിച്ചായൻ അലീനയുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് അലീന ചോദിക്കും, എന്താ വല്യപ്പച്ച എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, ഞാൻ മോൾക്ക് ഒരു സാധനവുമായിട്ട് വന്നതാണെന്ന് പറയും. ആ സമയത്ത് അലീന ചോദിക്കും, ഒരു സാധനമോ, അതെന്താണ് എന്ന് ചോദിക്കുകയാണ്. എൻ്റെ കയ്യിൽ കണ്ടോ ഈ ബോക്സ്, ഇത് ഞാൻ മോൾക്ക് കൊണ്ടുവന്നതാണ്. ആ സമയത്ത് അലീന ചോദിക്കും, ഇതിലെന്താണെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, ഇത് മോളൊന്ന് തുറന്ന് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ കയ്യിൽ കൊടുക്കും. അങ്ങനെ അലീന അത് തുറന്ന് നോക്കുകയാണ്. അങ്ങനെ അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് സ്വർണ്ണങ്ങളായിരിക്കും. ആ സമയത്ത് അലീന ഔദക്കുട്ടിച്ചായനോട് ചോദിക്കും, ഇതെന്തിനാ എനിക്ക് മുത്തശ്ശ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, ഇത് മോൾക്കുള്ളതാണ്. എനിക്കെന്തിനാ മുത്തശ്ശ ഇത്രയും അധികം സ്വർണം, എനിക്ക് ഇതൊന്നും വേണ്ട. ഞാൻ അങ്ങ് നെടുമ്പുരക്കൽ വീട്ടിൽ നിന്നും പോകുന്ന സമയത്ത് എനിക്ക് അച്ഛന് ഒരുപാട് സ്വർണം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതന്നെ എനിക്ക് ഒരുപാട് ധാരാളമാണ്. ഇനി എന്തിനാ എനിക്ക് സ്വർണം എന്ന് പറയുകയാണ്. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, ഇത് മോൾക്കുള്ളതാണ്. ഇതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. അതായത് എൻ്റെ ഭാര്യ ചിന്നമ്മയില്ലേ, അവളുടെ കല്യാണ സമയത്ത് അവൾ ധരിച്ചിരുന്ന സ്വർണ്ണങ്ങളാണ്. ഇതുവരെ ഞാനൊന്ന് തൊട്ട് നോക്കിയിട്ട് പോലുമില്ല. എൻ്റെ ഒരാവശ്യത്തിന് പോലും ഇതിൽ നിന്നും ഒരു സ്വർണം പോലും ഞാൻ എടുത്തിട്ടില്ല. ഇതിൽ നിന്ന് ഞാൻ എൻ്റെ മക്കൾക്കെല്ലാവർക്കും കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ അവർക്കൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർക്കൊക്കെ അധികം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവർ അധ്വാനിക്കുന്നുമുണ്ട്. പക്ഷേ ഇതിന് ഇപ്പോൾ ഒരു അവകാശം ഉണ്ടെങ്കിൽ അത് മോള് മാത്രമായിരിക്കും എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, എനിക്ക് വേണ്ട മുത്തശ്ശ, എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. അത് തന്നെ ഞാനൊന്നും ഇട്ട് നോക്കാറോ ഒന്ന് നോക്കി ആര് പോലുമില്ല. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, മോള് ഇത് എൻ്റെ കയ്യിൽ നിന്നും വേങ്ങണം, എങ്കിലേ ഈ മുത്തശ്ശന് ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, വേണ്ട മുത്തശ്ശ, എനിക്ക് ഇത് വേങ്ങിയാലായിരിക്കും സങ്കടം തോന്നുക. ഇത് മുത്തശ്ശൻ്റെ കൈകളിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കട്ടെ. കാരണം ഇത് മുത്തശ്ശി കല്യാണ സമയത്ത് ഇട്ട് വന്നതല്ലേ, അപ്പോൾ ഇത് മുത്തശ്ശൻ്റെ ഓർമ്മയിൽ തന്നെ വേണം എന്ന് പറയുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ പറയും അലീനയോട്, വേണ്ട, മോളെപ്പോലെ തന്നെയായിരുന്നു ചിന്നമ്മ. അവൾ ഈ സ്വർണ്ണമെല്ലാം ഇട്ടാൽ ഒരു രാജകുമാരിയെ പോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ മോള് ഇതെല്ലാം ഒന്ന് ധരിച്ച് കാണാൻ ഈ മുത്തശ്ശന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മോള് ഇതെല്ലാം ഒന്ന് ഇട്ട് ഈ മുത്തശ്ശന് ഒന്ന് കാണിച്ചു തരണം. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒന്നും കൂടി ഒന്ന് ചിന്നമ്മയെ കാണാൻ പറ്റുമല്ലോ എന്ന് പറയുകയാണ്. ആ സമയത്ത് അതിനു വേണ്ടി മാത്രം ഞാൻ ഈ സ്വർണ്ണങ്ങളെല്ലാം അണിയാം, അല്ലാതെ എനിക്ക് ഇതൊന്നും വേണ്ട. ഞാൻ ഇതൊന്നും ആഗ്രഹിക്കുന്നുമില്ല. എനിക്ക് എല്ലാവരുടെയും സ്നേഹം മാത്രം മതി. അതാണ് ഞാൻ എന്നും ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങനെ ഔദക്കുട്ടിച്ചായൻ്റെ കൈകളിൽ നിന്നും അലീന ആ സ്വർണം വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ട് അലീന പറയും, ഇതെല്ലാം ഇട്ടുകൊണ്ട് ഞാനിപ്പോൾ വരാം മുത്തശ്ശൻ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ഔദക്കുട്ടിച്ചായൻ അവിടെ ഇരിക്കും. അങ്ങനെ അലീന പോയി അതെല്ലാം ഇട്ട് കണ്ട് ഔദക്കുട്ടിച്ചായൻ്റെ അടുത്തോട്ടേക്ക് വരുന്നുണ്ട്. അത് കാണുന്ന ഔദക്കുട്ടിച്ചായന് വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ഔദക്കുട്ടിച്ചായൻ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. ഔദക്കുട്ടിച്ചായനും ചിന്നമ്മയും ഉള്ള ഓർമ്മകളിലേട്ട്. ആ സമയത്ത് അലീന, എന്താ ആലോചിക്കുന്നത് മുത്തശ്ശൻ ചിന്നമ്മയെ ആലോചിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഔദക്കുട്ടിച്ചായൻ പറയും, അതെ, നിന്നെ കണ്ട സമയത്ത് എനിക്ക് എൻ്റെ ചിന്നമ്മയെ ഓർമ്മ വന്നു. അവളെ തനി പകർപ്പ്, അവൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ സ്വർണ്ണങ്ങളെല്ലാം ഇട്ട് വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മുന്നിൽ അവൾ ഉള്ളതുപോലെ എനിക്ക് തോന്നി എന്ന് പറയുകയാണ് ഔദക്കുട്ടിച്ചായൻ. ആ സമയത്ത് അലീന ഔദക്കുട്ടിച്ചായനോട് ചോദിക്കും, എങ്ങനെയുണ്ട് മുത്തശ്ശ, ഭംഗിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, നീ ഒരു രാജകുമാരി അല്ലേ, നിനക്കിത് നന്നായിട്ട് ചേരുന്നുണ്ട്, ഇത് മോളെടുത്തോ എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, വേണ്ട മുത്തശ്ശ, ഇതിന് അർഹതപ്പെട്ടവർ വേറെയും ഉണ്ട്, അവർക്ക് കൊടുത്തേക്ക്, എനിക്ക് ഇതൊന്നും വേണ്ട, ഇതൊന്നും ഇടാൻ ഞാൻ ഒരു അർഹതയുമില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ഔദക്കുട്ടിച്ചായൻ പറയും, അങ്ങനെയൊന്നും പറയരുത്, എൻ്റെ ലാലച്ചൻ്റെ മകൾ ഒരു രാജകുമാരിയല്ലേ, അവളെ രാജകുമാരിയെ പോലെ തന്നെയായിരിക്കും അവൻ കൊണ്ട് നടക്കുക. എന്നിട്ട് മോളെ ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറയുകയാണ്. ആ സമയത്ത് എന്നെ ഒന്ന് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഫോണെടുത്ത് ഔദക്കുട്ടിച്ചായൻ്റെ കൈകളിൽ കൊടുക്കും. എന്നിട്ട് അതെല്ലാം ഫോട്ടോ എടുപ്പിക്കുകയാണ്. പിന്നീട് ഔദക്കുട്ടിച്ചായൻ അലീനയോട് പറയും, ഇത് നമുക്കൊന്ന് ലാലച്ചനെ കാണിച്ചു കൊടുക്കാം എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, അതൊന്നും വേണ്ട മുത്തശ്ശ, അതൊക്കെ കണ്ട ഒരു മതിരിയായിരിക്കും, അതൊന്നും വേണ്ട, അവൻ കാണട്ടെ അവൻ്റെ മകൾ ഒരു രാജകുമാരിയെ പോലെ സ്വർണ്ണങ്ങളെല്ലാം ഇട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഔദക്കുട്ടിച്ചായൻ അലീനയെയും കൂട്ടി
ലാലച്ചൻ്റെ അടുത്തോട്ടേക്ക് പോകും. അങ്ങനെ ഔതക്കുട്ടിച്ചായൻ സ്റ്റാൻലിയുടെ അടുത്തോട്ടേക്ക് ചെല്ലും. ആ സമയത്ത് സ്റ്റാൻലി ചോദിക്കും, എന്താ ഈ സമയത്ത്, എന്താ ഉറക്കമൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഔതക്കുട്ടിച്ചായൻ പറയും, നിനക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ, നിൻ്റെ മകൾ ഒരു രാജകുമാരിയെ പോലെ എന്ന് പറയുകയാണ്. മകൾ രാജകുമാരിയോ, എന്തൊക്കെയാ പറയുന്നത്? ഈ അപ്പച്ച ഈ രാത്രി എന്തേ മദ്യമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഞാനൊന്നും മദ്യമിച്ചിട്ടില്ലടാ, മോളെ ഇങ്ങോട്ടേക്ക് കയറി വാ എന്ന് പറയും. അങ്ങനെ അലീന സ്റ്റാൻലിയുടെ മുറിയിലോട്ട് കയറി വരും. ആ സമയത്ത് സ്റ്റാൻലി അലീനയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അലീന നല്ല ഭംഗിയിൽ സ്വർണ്ണങ്ങളെല്ലാം ധരിച്ചു കൊണ്ട് നിൽക്കുന്നത് ഇങ്ങനെ കണ്ണ് വെട്ടാതെ സ്റ്റാൻലി നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ഔതക്കുട്ടിച്ചായൻ ചോദിക്കും, എന്താടാ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ആ സമയത്ത് സ്റ്റാൻലി പറയും, എൻ്റെ മകൾ ഇത്രയും ഭംഗിയുണ്ടായിരുന്നു, അവൾ സ്വർണ്ണങ്ങളെല്ലാം ധരിച്ചപ്പോൾ ഒരു രാജകുമാരി തന്നെ. അത് തന്നെയല്ലേടാ ഞാൻ പറഞ്ഞത്, ഞാൻ രാജകുമാരി ആണ് ഇവൾ എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി ചോദിക്കും, ഇതെല്ലാം നമ്മളുടെ അമ്മച്ചിയുടെ സ്വർണ്ണങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ഔതക്കുട്ടിച്ചായൻ പറയും, അതെ, ഇതെല്ലാം നിൻ്റെ അമ്മച്ചിയുടെ സ്വർണ്ണങ്ങളാണ്, ഇത് ഞാൻ മോളോട് പറഞ്ഞു, നീ എടുത്തോ എന്ന്. ആ സമയത്ത് അവൾക്ക് അതൊന്നും വേണ്ട എന്ന് പറയുകയാണ്. ആ സമയത്ത് സ്റ്റാൻലി പറയും, അമ്മച്ചിയുടെ സ്വർണ്ണങ്ങളൊന്നും കൊടുക്കണ്ട, ഞാൻ അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കാം, അത് അപ്പച്ചൻ തന്നെ കയ്യിൽ പിടിച്ചോ. ഇത്രയും വർഷം അപ്പച്ചൻ ആ സ്വർണം പൊന്നു പോലെ തന്നെയല്ലേ കൊണ്ട് നടന്നത്, അതുകൊണ്ട് അത് ഇനി വേറൊരാൾക്ക് കൊടുക്കാൻ നോക്കണ്ട, അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കും. അത് കരുതി അപ്പച്ചൻ അമ്മച്ചിയുടെ സ്വർണ്ണങ്ങളൊന്നും അലീനയ്ക്ക് കൊടുക്കണ്ട എന്ന് പറയുകയാണ്. ആ സമയത്ത് ഔതക്കുട്ടിച്ചായൻ പറയും, അതുകൊണ്ടൊന്നും അല്ലടാ ഞാൻ അവൾക്ക് കൊടുത്തത്, എൻ്റെ ചിന്നമ്മയെ ഞാൻ അവളിൽ കാണുന്നുണ്ട്, അപ്പോൾ അവൾ അത് ഇട്ട് കാണണമെന്നും അവളുടെ കൈകളിൽ അത് ഏൽപ്പിക്കണമെന്നും എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. എനിക്കറിയാം നീ ഇതിലും കൂടുതൽ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ അലീന സ്റ്റാൻലിയോട് ചോദിക്കും, പപ്പ ഇതെങ്ങനെയുണ്ട്, ഭംഗിയില്ലേന്ന് ചോദിക്കണേ. ആ സമയത്ത് സ്റ്റാൻലി പറയും, നല്ല ഭംഗിയുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ അലീന മുറിയിലോട്ട് പോകും. അങ്ങനെ സ്വർണ്ണങ്ങളെല്ലാം ഊരി ഔതക്കുട്ടിച്ചാൻ്റെ കൈകളിൽ തന്നെ അലീന കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ആ സമയത്ത് ഔതക്കുട്ടിച്ചായൻ പറയും, ഇതിൽ നിന്ന് ഒരു വളയെങ്കിലും മോള് പിടിക്ക്. ആ സമയത്ത് അലീന ഔതക്കുട്ടിച്ചായനോട് പറയും, വേണ്ട അപ്പച്ച, മുത്തശ്ശ, ഇത് മുത്തശ്ശൻ്റെ കൈകളിൽ തന്നെ ഇരിക്കട്ടെ, ഇത്രയും കാലം മുത്തശ്ശൻ്റെ കൈകളിൽ തന്നെയല്ലായിരുന്നു, ഇത് മുത്തശ്ശൻ്റെ കൈകളിൽ ആയിരിക്കുമ്പോഴേ മുത്തശ്ശൻ്റെ ചിന്നമ്മയ്ക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ചിന്നമ്മ കരുതും എന്നെ മറന്നു, അത് വേറെ ആർക്കൊക്കെ കൊടുത്ത് എന്ന് ചിന്നമ്മയ്ക്ക് തോന്നും, ആ തോന്നൽ വേണ്ട എന്ന് പറയുകയാണ്. എങ്കിൽ അങ്ങനെ തന്നെ, മോള് പറയുന്നത് പോലെ ഞാൻ ചെയ്യാം എന്ന് പറയുകയാണ്. പിന്നീട് ആ ഫോട്ടോസുകളെല്ലാം അലീന ബാലചന്ദ്രന് അയച്ചു കൊടുക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അലീനയ്ക്ക് ഫോൺ ചെയ്യുകയാണ്, ഒരുപാട് സ്വർണ്ണങ്ങളെല്ലാം ധരിച്ചിട്ടുണ്ടല്ലോ, ഇതെല്ലാം സ്റ്റാൻലി വാങ്ങിച്ചു തന്നതായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അലീന പറയും, അല്ല, ഇത് എനിക്ക് മുത്തശ്ശൻ തന്നതാണ് എന്ന് പറയുകയാണ്. മുത്തശ്ശൻ സ്വർണ്ണങ്ങളെല്ലാം തന്നോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. ആ സമയത്ത് ആ സ്വർണ്ണങ്ങളെല്ലാം മുത്തശ്ശൻ്റെ ഭാര്യയുടേതാണ്, അതായത് ചിന്നമ്മ എന്ന് പറഞ്ഞില്ലേ, എന്നെപ്പോലെ തന്നെയുണ്ട്, അവരുടേതാണ് എന്ന് പറയുകയാണ്. അതെല്ലാം മുത്തശ്ശനിക്ക് ഞാൻ ധരിച്ച് കാണണം എന്ന് പറഞ്ഞു, അങ്ങനെ ഇട്ടതാണ്. മുത്തശ്ശൻ എന്നോട് ആ സ്വർണ്ണങ്ങളെല്ലാം എടുക്കാൻ പറഞ്ഞു, പക്ഷേ അതൊന്നും ഞാൻ വേണ്ടെന്ന് വെച്ചു. ആ സമയത്ത് ബാലചന്ദ്രൻ പറഞ്ഞു, അതെന്തിനാ മോള് വേണ്ടെന്ന് വെച്ചത്, അതിനെല്ലാം മോൾക്കും അവകാശമുണ്ട്. ആ സമയത്ത് അലീന പറയും, അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടതെല്ലാം ഞാൻ അവിടെ നിന്നും പോരുന്ന സമയത്ത് അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ. ആ സമയത്ത് ബാലചന്ദ്രൻ, അതൊക്കെ കുറച്ചല്ലേ ഉള്ളൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് അലീന പറയും, ഒരിക്കലും സ്വർണ്ണത്തിലല്ല നമ്മളുടെ സ്നേഹം കിടക്കുന്നത്, അതെല്ലാം മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. മുത്തശ്ശന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, പിന്നെ എന്തിനാ അത് വെറുതെ സ്വർണം തന്ന് എനിക്ക് ഒന്നുകൂടി സന്തോഷിപ്പിക്കുന്നത്, എനിക്കതൊന്നും വേണ്ട. പിന്നീട് ആ പേരും പറഞ്ഞായിരിക്കും ബാക്കിയുള്ളവർ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്ന് പറയുകയാണ്. എങ്കിൽ മോൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ വാങ്ങിക്കണ്ട, മോൾക്ക് എന്താണ് നല്ലത് തോന്നുന്നത് അത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുകയാണ് ബാലചന്ദ്രൻ. പിന്നീട് ബാലചന്ദ്രനും അലീനയും ഫോൺ സംഭാഷണത്തിന് ശേഷം ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ.